ഈ വിശുദ്ധ ശബരില് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് എന്ന് കാണിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നത് ഈ ലോകം നമുക്ക് സ്വന്തമല്ല. ഈ ലോകത്തിൽ നേടുന്നതൊന്നും തന്നെ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ തക്കവണ്ണം സാധ്യവുമല്ല. അതിനാൽ വ്യർത്ഥമായ കാര്യാദികൾ നമ്മൾ പ്രിയം വെച്ചുകൊണ്ട് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നതായ പ്രിയമുള്ളവരെ, ഇതെല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകുന്നതായ ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നാം കരുതിക്കൊള്ളുക. ദൈവത്തിൽ പ്രിയം വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകുവാൻ നമ്മെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നേടുന്നതായ ഒരു കാര്യാദികളും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് കൊള്ളാം സാധ്യവും അല്ല. അതിനാൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാൻ തക്കണമെന്ന് സാധിക്കുന്നു. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകാൻ തക്കവണ്ണം കഴിയുന്നതും അല്ല. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിലും മതി എന്ന് വിചാരിക്കാം. നമുക്ക് കണ്ണുകളിലേക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കേൾപ്പിച്ചതായ വചനത്തിനായി കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, വചനം അങ്ങയുടേത്, വചനം ശുശ്രൂഷിക്കുന്ന അടിയന്മാരുടേത്, വചനം കേൾക്കുന്ന പ്രിയമുള്ളവരും അങ്ങയുടേത്. കർത്താവെ, ഞങ്ങൾ വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ചവരായിട്ട് ഈ കർത്താവെ ഈ ആലയത്തിൽ നിന്ന് കടന്നു പോവാൻ കർത്താവ് ഞങ്ങളുടെ പ്രിയമുള്ളവരെ സഹായിക്കണം. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹവും കർത്താവ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുരുക്കം ആളുകളിലാണ് കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഇനി ധാരാളം സമയം ഞങ്ങൾക്കില്ല. കർത്താവെ, ചുരുക്കം ആളുകൾ ജീവിക്കുവാൻ ഞങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജീവിക്കാൻ തക്കവണ്ണം സഹായിക്കണം. മാനവും മഹത്വവും എടുക്കണം, സകലവും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്, നാം ജനിച്ചപ്പോൾ ഒന്നും ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നില്ല, മരിക്കുമ്പോൾ ഒന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതും ഇല്ല. പറയുന്നത് ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുന്ന കൊണ്ണം കഴിയുന്നതുമല്ല. എന്നാൽ ഇന്നത്തെ ആളുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സമ്പത്തുണ്ടാക്കുവാനുള്ള കൊണ്ണം എന്ത് ചെയ്യുന്നു? വെമ്പൽ കൊള്ളുകയാണ് മനുഷ്യൻ. ഏത് വിധേന ഗതിയണം, സമ്പത്തുണ്ടാക്കണം. ഒരു കോവിഡ് വന്നു, അനേകം ആളുകള് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ടാക്കിയതായ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോയില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നാം ഈ ഉണ്ടാക്കി വെക്കുന്നതായ ഒരു കാര്യങ്ങളും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ തക്കവണ്ണം സാധ്യമല്ല. അതിനാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. താഴോട്ട് വായിക്കുമ്പോൾ ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാര നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലം. ദ്രവ്യാഗ്രഹം ഉണ്ടാകുമ്പോൾ സകലവിധമായ ദോഷങ്ങൾക്കത് കാരണമായി തീരും. അല്പം സമ്പത്ത് വർദ്ധിക്കുമ്പോൾ എന്തും ചെയ്യണമെന്നായ ആ ഒരു മനസ്സ്, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്തേക്കും കടന്നു വരും, അല്ലേ? സമ്പത്ത് ധാരാളം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നായ ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു. എന്നാൽ ധാരാളം സമ്പത്തുള്ളതായ ചില ആളുകളുണ്ട്, അവർക്ക് സമ്പത്തുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ തക്കൊന്നും സാധിക്കത്തില്ല. അത്രമാത്രം എളിമത്വത്തിൽ ആശ്രയം ജീവിക്കുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ തക്കുന്ന സമ്പത്തിന്റെ ഒരു അഹങ്കാരവും അവർക്കുണ്ടാകത്തില്ല. ഒരു എളിമയോടെ താഴ്മയോടെ ജീവിക്കുന്നത് കാണുവാൻ തക്കൊന്നും സാധിക്കും. ഈ പെട്ടെന്ന് കടക്കാരാകുന്ന ആളുകളെ കുറിച്ച് അവരെന്തും ചെയ്യുവാൻ കഴിയില്ല,
മടിക്കുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. ഒരു അഹങ്കാര ഭാവങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവയൊന്നും തന്നെ ഈ ലോകത്തിൽ നമുക്ക് കൊണ്ടുപോകുമെന്നൊക്കെ വേണം സാധ്യമല്ല എന്നുള്ളതായ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. കാര്യം ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോകും. മനുഷ്യൻ എങ്ങനെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവോ അങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുമില്ലാത്തതായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതായിട്ട് വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് തീരുന്നു നമ്മെ പഠിപ്പിക്കുന്നു. അല്ലേ? മനുഷ്യ ജീവിതത്തില് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നതായ അടിസ്ഥാന ആവശ്യമാണ് ഒന്ന് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇത് മൂന്നും മനുഷ്യന് ആവശ്യമാണ്. അല്ലേ? എന്തൊക്കെയാണ്? ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം മനുഷ്യന് ആവശ്യമാണ്. ഇത് ആവശ്യമാണ് ആർക്കറിയാം? ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അല്ലേ? അവിടെ ആവശ്യവും ആഗ്രഹവും ഒരു വശത്തും അത്യാഗ്രഹവും അത്യാർത്ഥിയും മറുവശത്തും നിൽക്കുന്നവരെയാണ് നാം ഈ ലോകത്തില് കാണുവാൻ പറ്റുന്ന സാധനം. ഇവിടെ ആവശ്യങ്ങളുണ്ട്, അത്യാർത്ഥിയും മനുഷ്യരുണ്ട്. അല്ലേ? ആവശ്യങ്ങളുമുണ്ട്, അത്യാർത്ഥിയുമുണ്ട്. എന്നാൽ നമുക്ക് സ്വന്തം എന്ന് പറയുന്നതൊക്കെ വേണം 6 അടി മണ്ണ് മാത്രമേ നമുക്കുള്ളൂ. അല്ലേ? അതുവരെ മാത്രമേ നാം ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ അഹങ്കാരങ്ങൾ കാണിച്ചുകൊണ്ട് ജീവിച്ചാലും 6 അടി മണ്ണ് വരെ നമുക്ക് ചെല്ലാനായിട്ട് കഴിയുള്ളൂ. അത് മാത്രമാണ് നമ്മുടെ സ്വന്തം. ചിലപ്പോ ചിലർക്ക് അതും ലഭിച്ചെന്ന് വരികയില്ല. ഈ 6 അടി മണ്ണ് പോലെ ചിലർക്ക് ലഭിച്ചെന്ന് വരികയില്ല. എങ്കിലും എന്തൊക്കെയോ ആകുന്നു എന്നുള്ളതായ ചിന്തയും മനോഭാവമാണ് മനുഷ്യർക്ക്. അല്ലേ? നോക്കണം, ഇതൊന്നും ദൈവത്തിന് വിഷയമില്ല. നീ എങ്ങനെ ഈ ലോകത്തിൽ ജനിച്ചുവോ അങ്ങനെ ഈ ലോകത്തിൽ വീണം കടന്നു പോകണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ചെയ്യുന്നു പഠിപ്പിക്കാൻ. ഈ ലോകത്തിൽ നിന്ന് നാം ഒന്നും കൊണ്ട് പോകുന്നില്ല എന്നുള്ളതായ ആ ഒരു വലിയ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഫിലിപ്പിയർ ലേഖനം വായിക്കും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയാമോ? ഏത് അവസ്ഥയിലും ജീവിക്കാൻ തക്കവണ്ണം കഴിയണം. വീടില്ലാത്തവർക്കൊക്കെ വീടുണ്ട്, പക്ഷെ വീടില്ലാത്തവരും ഈ ലോകത്തിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അവരും ജീവിക്കും. അല്ലെ? ഫിലിപ്പിയർ 4-ാം അധ്യായം 11 മുതൽ 13 വരെ ഭാഗങ്ങൾ വായിച്ചേ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും, അപ്പോ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. എങ്ങനെ? തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പോ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് അവസ്ഥയിലും ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. കുടുംബ ജീവിതത്തിൽ ഒരു ദിവസം മത്സ്യമില്ല, മീനില്ല എന്ന് വരില്ല. അന്ന് സ്ത്രീകൾ വെള്ളം കഴിക്കും. മീനില്ലാതെ എന്ത് ചെയ്തില്ല? ആഹാരം ഇറക്കാൻ പറ്റത്തില്ല. ഇറക്കും. അല്ലേ? ആ ചിന്ത ഏതവസ്ഥയിലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയിലും ജീവിക്കാൻ തക്കവണ്ണം സാധിക്കണം. മീനില്ല, അന്ന് വെക്കണം. അല്ലേ? അന്ന് അടി, വീട്ടിലൊന്ന് അടിയാണ്. മീനില്ല, വേണ്ട. അല്ലേ? അന്ന് എന്താണ് അവിടെ ഉള്ളത്? അതും കഴിച്ച് സന്തോഷത്തോട് തിരിയണം. ഉറങ്ങുന്ന നമുക്ക് സാധിക്കും. അങ്ങനെ ശീലിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഏതവസ്ഥയിലും പറയാണ് ഏതവസ്ഥയിലും ജീവിക്കാൻ നമുക്ക് സാധിക്കാം. ഒരു ദിവസം കഞ്ഞിയേ ഉള്ളു പോകണം, വേറെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരുക്കാനായിട്ട് പറ്റിയില്ല. കഞ്ഞിയും ഓക്കെ എന്ത് ചെയ്യണം? അതും കഴിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആരെങ്കിലും നമ്മൾ അടിക്കും, നീ എന്തുകൊണ്ട് നൊണ്ടില്ല? വിഭവസമൃദ്ധമായിട്ട് നീ എന്തുകൊണ്ടില്ല? പിടിച്ച് എഴുന്നേറ്റ് അടിക്കോ? ആരെങ്കിലും ഇല്ല. ഏതവസ്ഥയിലും സന്തോഷമായിട്ട് ജീവിക്കുന്നത് നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. പരിശീലിക്കും. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയില് അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും
ദൈവമക്കൾ സ്വീകരിച്ചിരിക്കുക. അല്ലെങ്കിൽ പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, കാലങ്ങളാണ് ഭവനത്തില് എല്ലാം സ്വീകരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് അല്ലേ? എല്ലാം എന്നെ ശക്തനാക്കുന്നത് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും അല്ലെ? എന്നെ ശക്തനാക്കുന്നത് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുക. പ്രിയമുള്ള ദൈവത്തിന്റെ ജനം, ഒരു നേരത്തെ ആകാരത്തിന് അറിയില്ല. അനേകം ആളുകൾ കഷ്ടതയിലും കണ്ണുനീരിലും നമ്മളെല്ലാവരും കാണുന്നതാണ് ഓരോരുത്തരുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതവസ്ഥയിലും ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഏതവസ്ഥയിലും ഒരു ദിവസം ആഹാരമില്ല എന്ന് കരുതുക, അന്ന് അങ്ങനെ തന്നെ കഴിയാനായിട്ട് സന്തോഷത്തോടുകൂടി അന്ന് അങ്ങനെ തന്നെ കഴിയാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് കഴിച്ചൊരുകിടക്കുന്നതൊക്കെ നമുക്ക് സാധിക്കാം. നമ്മൾ ഓർക്കണം, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അനേകം ആളുകൾ വിവിധ രാജ്യങ്ങളിൽ എത്തിയുന്നു, കഷ്ടത അനുഭവിക്കുക അല്ലേ? നമ്മൾ 3-4 നേരം ചെയ്യുന്നു ആഹാരം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്നതായ, എന്ന് ആശിക്കുന്നതായ അനേക കുടുംബങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തത്, എല്ലാം ഉണ്ടെങ്കിലേ ഞാനൊരു ദിവസം കഴിയും എന്നുള്ളതായ ചിന്ത മനസ്സിനകത്തുനിന്ന് മാറ്റിക്കളയണം എന്ന് ദൈവത്തിന് വചനം പറയും അല്ലേ? സഭാപ്രസംഗി 5-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള ഭാഗം ഒന്ന് വായിച്ചേ. 5-ാം അധ്യായം സഭാപ്രസംഗി 5-ാം അധ്യായം 12 മുതൽ 15 ഭാഗം ഒന്ന് വായിച്ചേ. എങ്ങനെ? വേല ചെയ്യുന്നവൻ മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും വേല ചെയ്യുന്ന ഒരാള് അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു അല്ലേ? നോക്കണേ, വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. വേല ചെയ്യുന്ന ആളുടെ വ്യക്തിയെ കുറിച്ച് പറയാം അല്ലേ? പാടത്തിൽ എരിപൊരിയുന്നായ വെയിലത്ത് വേല ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് പറയുക. അവൻ എന്ത് ചെയ്യുന്നു? അവൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. എന്നാൽ ബാക്കി വായിച്ചേ. എന്നാൽ ധനവാന്റെ സമൃദ്ധിയോ അവനെ എന്തില്ല, ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. ധനവാന്റെ സമൃദ്ധി അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. കാര്യം അവന്റെ നിക്ഷേപങ്ങളെടുത്ത് അവന്റെ ചിന്തയും ഇരിക്കും. അവന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ അവന്റെ ചിന്തയിൽ ഇരിക്കും. അവൻ ഉറക്കം വരുന്നില്ല, അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. അവന്റെ ചിന്തകൾ മുഴുവനും രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ സമ്പത്ത് മുഴുവൻ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളതായ ചിന്തയിൽ അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ പാടത്ത് പണിയെടുക്കുന്നതായ ഒരു മനുഷ്യൻ അവൻ അല്പം കഴിച്ചാലും ധാരാളം കഴിച്ചാലും അവൻ എന്ത് ചെയ്യുന്നു? ഭംഗിയായി ഉറങ്ങുന്നു. എന്നാൽ ധനവാനായ ഒരു മനുഷ്യൻ അവന്റെ ചിന്ത എപ്പോഴും അവന്റെ സമ്പത്തിലാണ്. എന്താ? ഇത് ഏത് നിമിഷം ആരെങ്കിലും എന്ത് ചെയ്യും? കവർന്നുകൊണ്ട് പോകും. ഞാൻ ഇത്രയും നാളുണ്ടാക്കി കുട്ടിയതായ എന്റെ സമ്പത്ത് മുഴുവനും ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്നതിനെ ഓർത്താൻ വിലപിക്കുകയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ച് അവന് ഉറങ്ങുമെന്ന കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ള ദൈവത്തിന്റെ ജനം, ഈ സമ്പത്ത് കൂട്ടിവെച്ചിരിക്കുന്നതിനേക്കാൾ ഈ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ്. നമ്മുടെ സമ്പത്ത് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ, നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നോക്കണേ, ഞാൻ ഒരു വ്യക്തിയെ സഹായിച്ചു എന്നുള്ളതായ ഒരു സംതൃപ്തി നമുക്കുണ്ടാകും. കൊടുത്തു നോക്കണം. അങ്ങനെ ആരെങ്കിലും കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഒന്ന് സഹായിച്ചു നോക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു നോക്കണം. നമുക്ക് നല്ല സമാധാനമായിരിക്കും, നല്ല സംതൃപ്തിയായിരിക്കും. എന്താ, എനിക്ക് ഒരാളെ സഹായിക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത് നമുക്കൊരു സന്തോഷമുണ്ടാകും അല്ലേ? അങ്ങനെ ചെയ്യണം. എന്താ, അങ്ങനെ ചെയ്താലുള്ളതായ അനുഗ്രഹം ഉണ്ടാകും. എന്താണ് ചെയ്താലുള്ളതായ അനുഗ്രഹം? നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? നമ്മളൊരു നന്മ ഒരാൾക്ക് ഒരു സഹായിച്ചത് ആർക്ക് കൊടുക്കുന്നതായിട്ടാണ് ഉണ്ടാക്കുന്നത്?
ദൈവത്തിന് കൊടുക്കുന്നതായിട്ടാണ്. അല്ലെ? ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇരട്ടിയായിട്ട് നീയും തിരികെ ലഭിക്കുവാനിടയാകും. അതുകൊണ്ട് കൊടുക്കണം. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ തിന്മയുടെ അളവിയും കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം തിന്മകൾ മാത്രമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മകൾ ചെയ്യാൻ തക്കണം നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേയും തിന്മയുടെ അളവിനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുമാനമുണ്ടായിട്ട് നല്ലതല്ലേ ആ കാര്യം. അതുകൊണ്ട് ജീവിതത്തില് ധാരാളം നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ളതായ സമയം മാത്രമേ ഉള്ളൂ. അല്ലേ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. കാലം തികഞ്ഞു, അന്ത്യകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ചുരുക്കം നാളുകൾ മാത്രമേ നമുക്കുള്ളൂ. ആയതുകൊണ്ട് കിട്ടുന്നതായ അവസരം മുഴുവനും ധാരാളം നന്മകൾ ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു അതാണ്, എന്റെ മക്കള് അവർ നന്മയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം. കാര്യം ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നന്മകളെല്ലാം എന്താണ്? ദൈവം നമുക്ക് തന്നതാണ്. കാര്യം ഒന്നും നമ്മൾ കൊണ്ടുവന്നതല്ല, എല്ലാം ദൈവം നമുക്ക് തന്നതാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ധാരാളം ദരിദ്രന്മാർ ലോകത്തിലുണ്ട്. എന്തിനാ അങ്ങനെയുള്ള സൃഷ്ടിച്ചത്? ദരിദ്രന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്കുള്ളതായ ധാരാളം എന്ത് ചെയ്യണം? ആ ദരിദ്രം കൂടി കൊടുക്കണം. അല്ലേ? ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അവൻ അറ്റുപോകുന്ന കാരണം എന്താ? നിനക്ക് ധാരാളം സമ്പത്ത് നൽകിയിരിക്കുന്നു. കാരണം എന്താ? നീ അത് അവന് കൂടി ഷെയർ ചെയ്യണം, അവന് കൂടി കൊടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലേ? നമ്മൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. അല്ലേ? അവനെ ഓടിച്ചു കളയുന്നതായ ഒരവസ്ഥ. ഒരു സാധാരണക്കാരൻ നമ്മളെ സമീപിക്കുമ്പോൾ ഏതവസ്ഥയോ ആയിരിക്കട്ടെ, എന്ത് ചെയ്യുന്നു? അവനെ ഓടിച്ചു കളയുന്നതായ ഒരു അവസ്ഥ മാറണം. അത് നമ്മള് പിന്തിരിയണമെന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത് അറിയാമോ? അവിടെ വളരെ വിലപ്പെട്ടതായ ഒരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താ പറയുന്നത്? യോബിന്റെ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. നഗ്നനായ ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെയും മടങ്ങിപ്പോകും. അല്ലേ? നഗ്നനായിട്ട് ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെയും മടങ്ങിപ്പോകും. അല്ലേ? യോബിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. യോബിന് ധാരാളം സമ്പത്തുണ്ടായിട്ടും യോബ് എന്ത് ചെയ്തില്ല? അഹങ്കരിച്ചില്ല സമ്പത്തിൽ. ഒരു ദിവസം എന്ത് ചെയ്തു? തന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എന്ത് ചെയ്തില്ല? ദൈവത്തെ കുറ്റം പറയുകയോ അല്ലേ ശപിക്കുകയോ ചെയ്തില്ല. പകരം എന്ത് പറഞ്ഞു? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. യോബ് അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് തന്റെ സമ്പത്തെല്ലാം ചെയ്തു നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോ യോബിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, എനിക്ക് സമ്പത്തെല്ലാം നൽകിയത് ആരാണ്? ദൈവമാണെന്ന് യോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം എനിക്ക് തന്നു, ദൈവം എന്ത് ചെയ്തു? തിരികെ എടുത്തു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിലും നമുക്ക് ഒരു സുപ്രഭാതത്തിൽ കുറെ സമ്പത്ത് നൽകി പിറ്റേ ദിവസം അതെല്ലാം ചെയ്തു കള്ളന്മാരെ ഓടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 4 പാടും ശപിച്ചുകൊണ്ട് ഓടും. അല്ലേ? 4 പാടും ആരെങ്കിലും ശപിച്ചുകൊണ്ട് നമ്മൾ ഓടും. എന്നാൽ യോബിന് വ്യക്തമായിരുന്നു, ഞാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്ക് അതാത് സമയങ്ങളിൽ ദൈവം ചെയ്യും. അത് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന
ദൈവം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതിനാൽ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥനയോടും യാചനയോടും കൂടി ആയിരിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം. സദൃശ്യവാക്യം 30-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 ഉള്ള ഭാഗം വായിച്ച്, വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം വായിച്ച്. സദൃശ്യവാക്യം 30. രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ദോഷവും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ സത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ ഭക്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് എന്നെ അങ്ങേ നിശ്ചയിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ പീഡിപ്പാനും സംഗതി വരരുതേ. ഈ ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം, അല്ലേ? ഈ ഒരു പ്രാർത്ഥനയും യാതനയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. എന്താണ് പറയുന്നത്? 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഒന്ന്, ജീവപരിണാമ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ എന്ന് ചെയ്തു പറയുക. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ, ദാരിദ്ര്യവും വേണ്ട സമ്പത്തും വേണ്ട, അതെനിക്ക് തരാതെ. അതിന് പ്രാർത്ഥിക്കും അങ്ങനെ. പണം എത്രയും പോരട്ടെ പോരട്ടെ എന്നുള്ളതായ ചിന്തയാണ്. ഇവിടെ പറയുന്നതാണ്, എന്താ പറയുന്നത്? ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ, എനിക്ക് തരല്ലേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും, എനിക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാക്കുക, എന്നെ സഹായിക്കണമേ എന്നുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കും, അല്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി, അതാണ് നമുക്ക് ആവശ്യം. നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. നിത്യവൃത്തി അന്നത്തേക്ക് ആവശ്യമായ കാര്യം മാത്രം, അല്ലേ? അന്നത്തേക്ക് ആവശ്യമായ കാര്യം മാത്രം തന്നെ ചെയ്യണം, പോഷിപ്പിക്കണമേ. അങ്ങനെ ഒരു എളിമത്വത്തിന്റെ പ്രാർത്ഥന, അല്ലേ? ധാരാളം സമ്പത്ത്. ചില ആളുകൾ ഈ വ്യാപാരം ചെയ്യുന്ന ആളുകൾ ഭൂരിക്കുന്നുണ്ടോ? രാവിലെ വന്നിട്ട് തിരികെ കത്തിച്ച് പെട്ടി തുറന്നു, അല്ലേ? പെട്ടി തുറന്നിട്ട് അതിനകത്ത് കുറെ പുകയെ കാഴ്ച കയറ്റി, അല്ലേ? അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്റെ ബിസിനസ് ചെയ്യണം, അടിപൊളിയായിരിക്കണം, എന്റെ പെട്ടി നിറയ്ക്കണം, അല്ലേ? ഇവിടെ എളിമത്വത്തിന്റെ പ്രാർത്ഥന, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ എന്നതായ ഒരു എളിമത്വത്തിന്റെ പ്രാർത്ഥന, അല്ലേ? ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാമോ? ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരാണ് യഹോവ, ആരാണ് ദൈവം എന്നെ ചിന്തിപ്പിക്കാൻ ഇടയാകും. അതുകൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുവാൻ ഇടവരുത്താതെ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ഈ ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നീ എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതായ ദൈവം നിനക്ക് ആവശ്യമായിരിക്കുന്നതായ കാര്യാദികൾ പ്രസാദിക്കും, അല്ലേ? എനിക്ക് എപ്പോഴും ധാരാളം സമ്പത്ത് തരണം, എനിക്ക് അത് തരണം, എനിക്ക് ഇത് തരണം എന്ന് എപ്പോഴും നീ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതുകൂടി എന്ത് ചെയ്യും? അങ്ങ് എടുത്തു കളയും. അന്നത്തേക്ക് ആവശ്യമായത് തന്നെ അനുഗ്രഹിക്കണമേ. അന്നത്തേക്ക് ആവശ്യമായത് നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോടെ എളിമയോടുകൂടി എന്നും നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിനക്ക് ആവശ്യമായ എല്ലാ തരത്തിലും മനസ്സിലാക്കുന്നതായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ യാത്ര കേൾക്കുന്നവനായ ദൈവം നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ആയതുകൊണ്ട് അഹങ്കാരമെല്ലാം ജീവിതത്തിൽ നിന്ന് കളഞ്ഞു ദൈവത്തിന്റെ സന്നിധിയില് താഴ്മയോടെ എളിമയോടെ ജീവിച്ച് ദൈവത്തിന് മഹത്വം നൽകുവാൻ നിനക്ക് സാധിക്കണം. 23-ാം സങ്കീർത്തനം എന്താണ് നമ്മളോട് പറയുന്നത്? 23-ാം സങ്കീർത്തനം 4-5 വാക്യം വായിക്കുമ്പോൾ, 23-ാം സങ്കീർത്തനം 4-5 വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? 23-ാം സങ്കീർത്തനം സദൃശ്യവാക്യങ്ങൾ 23-4 ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, ധനവാനാകേണ്ടതിന്
പണിപ്പെടരുത്. അതിനായുള്ളതായ ബുദ്ധി നീ വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുക. നോക്കണേ, അത് നീന്തറിയാമോ? അത് ഇല്ലാതായി പോകുമല്ലോ. നീ ഉണ്ടാക്കി കൂട്ടി അതിൽ തന്നെ പ്രിയം വെച്ചിരിക്കുന്നതായ ഇത് ഇല്ലാതായി പോകുമല്ലോ. എങ്ങനെയാകും? കഴുകൻ ആകാശത്തേക്ക് എന്നതുപോലെ അത് ചിറകടിച്ചു പറന്നു പോകും. അല്ലേ? നീ പ്രിയം വെച്ചിരിക്കുന്ന കൂട്ടി വെച്ചിരിക്കുന്നതായ സമ്പത്ത് മുഴുവനെയും കഴുകൻ ആകാശത്തേക്ക് പറന്നു പോകുന്ന പോലെ അത് ചിറകടിച്ചിന്റെയും പറന്നു പോകും. നിനക്കൊരിക്കലും എത്തിപ്പിടിക്കുവാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അതിങ്ങനെ മാറ്റപ്പെട്ടു പോകും എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അതുകൊണ്ട് സമ്പത്തിന് എന്ത് ചെയ്യരുത്? അധികമായി പ്രിയം വയ്ക്കരുത്. നിനക്കുള്ളതായ സമ്പത്ത് നീ മറ്റുള്ളവർക്ക് കഴിയുന്നതെല്ലാം ദാനം ചെയ്തു. എല്ലാം വാരി കൊടുക്കണമെന്നല്ല, അല്ലേ? എല്ലാം കൊടുക്കണമെന്നല്ല. നിന്നെ കൊണ്ട് കഴിയുന്നിടത്തും വേണം നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നുവെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ജീവിതത്തിന്റെ പാപത്തിന്റെ അളവ് കുറഞ്ഞു വരുവാൻ ഇടയായി മാറും. ആയതുകൊണ്ട് ഈ ചുരുക്കം നാളുകളിൽ ധാരാളം നന്മ ജീവിപ്പാൻ തക്കവണ്ണം നിനക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 112-ാം സങ്കീർത്തനം വായിച്ചേ. 112-ാം സങ്കീർത്തനം 1-3 വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ സന്തതി ബലപ്പെട്ടിരിക്കണം, അവർ നന്മയുള്ളവരാകണം എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചെയ്യണം, യഹോവയെ സ്തുതിച്ച് യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ചെയ്യണം. ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മാറണം. അങ്ങനെയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ നീയും ബലപ്പെട്ടിരിക്കും. അവൻ അങ്ങനെയുള്ള സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പിന്നെന്താ പറയുന്നത്? ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അപ്പോ നമ്മൾ തേടിപ്പോണ്ട, ദൈവം നമുക്ക് അവയെല്ലാം തരും. അല്ലേ? നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി എളിമയോടുകൂടി താഴ്മയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ഐശ്വര്യവും സമ്പത്തും ചെയ്യും. നമ്മുടെ വീട്ടില് എത്തിച്ചു തരും. ഏത് രൂപത്തിലെങ്കിലും ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിന്റെ ആവശ്യങ്ങളുടെ ദൈവം കൂട്ടായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. അതിനാൽ ദൈവത്തിന്റെ ജനമേ, ഒന്നിനെ ഓർത്ത് നമ്മൾ പാരപ്പെടണം. നാം ദൈവത്തെ ആദ്യം അവന്റെ രാജ്യവും നീതിയും വേണം അന്വേഷിക്കും. അതോടുകൂടി സകലവും എന്തെയും ലഭിക്കും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സന്നിധിയിൽ താണ്ടുകൊണ്ട് ദൈവത്തിനായിട്ട് ഈ അധികാരത്തിൽ ജീവിക്കാൻ തക്കവണ്ണം, ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം നിനക്ക് സാധിക്കും. അതിനായിട്ടാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാൽ ഇനി ചുരുക്കം നാളുകൾ മാത്രമേ നമ്മുടെ മുന്നിൽ. ഈ ചുരുക്കം നാളുകളിൽ നമ്മൾ ധാരാളം നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായതുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.